തെരച്ചിൽ നടക്കുകയാണ്. നമുക്ക് സാഹചര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. സ്കൂബ ടീം വരുമോ? അങ്ങനെ സ്കൂബ ടീം എത്തിയിട്ടുണ്ട്. അവരുടെ നാട്ടുകാർ സഹായിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിരവധി ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിൻ്റെ പുഴയുടെ കിടപ്പിനെ സംബന്ധിച്ചൊക്കെയുള്ള ധാരണയുള്ളവരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പോലീസുണ്ട്, ഫയർഫോഴ്സ്, നമ്മുടെ സ്കൂബ ടീമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പോലീസിനെയൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലുവ പുഴയിലൊക്കെ ഇതുപോലെ തെരച്ചിൽ നടത്തുന്ന ആളുകൾ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരിങ്ങോട്ടേക്ക് എത്തിക്കും. ഈ അമ്മ എന്ത് മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്? അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് അറിയുന്നത്. പ്രദേശവാസികളോടൊക്കെ അങ്ങനെ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ആ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നു. അതുതന്നെ എന്തായാലും ശക്തമായ തെരച്ചിലാണ്. നമുക്ക് എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയാണ്, ഈ പറഞ്ഞതുപോലെ ഇരുട്ടാണ്, അതുപോലെ തന്നെ പുഴയുടെ ആഴവും, അങ്ങനെ പല പ്രതിസന്ധികളും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളതിനകത്ത് സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ശ്രമിക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. തെരച്ചിൽ കുട്ടിയെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. കൂടാതെ സ്കൂബ ടീം അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരും തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രദേശവാസികളുടെ സഹായവും ഈ തെരച്ചിലിനായി ലഭിക്കുന്നുണ്ട്.